പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്ഡ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ജീവിതാനുഭവം, അതായത് എൻ്റെ ഒരു സാക്ഷ്യം. ഞാൻ എങ്ങനെയാണ് പെന്തക്കോസ്തിലേക്ക് വന്നത്. ഞാനൊരു CSI ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്നൊരു കുട്ടിയാണ്. ഞാൻ എങ്ങനെയാണ് പെന്തക്കോസ്തിൽ നിന്ന് ഇതിലോട്ട് മാറിയതും ഞാൻ എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞതും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മമ്മി എന്നെ കൺസീവ് ആകുന്ന സമയത്ത് മമ്മി പറഞ്ഞിട്ടുള്ള അറിവുകളേ എനിക്കുള്ളൂ. മമ്മി ഒത്തിരി പ്രോബ്ലംസ് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. മമ്മി എന്നെ കൺസീവ് ആകുന്ന സമയത്താണ് ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയപ്പനിലുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം മമ്മി കൺസീവ് ആകുന്ന സമയത്ത് തന്നെ ഒത്തിരി പ്രോബ്ലംസ് മമ്മിക്ക് ഉണ്ടായിരുന്നു. മമ്മി എന്നെ ഡെലിവറിക്കായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മമ്മിക്ക് പെട്ടെന്ന് ബ്രീത്തിങ് കിട്ടാത്ത പ്രോബ്ലംസ് വരെ ഉണ്ടായി. മമ്മി ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ആ സമയത്ത് ഡെലിവറിക്ക് കോംപ്ലിക്കേറ്റഡ് ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് ആ കോംപ്ലിക്കേഷൻസ് അപ്പോൾ പപ്പ എന്തോ ആവശ്യമായിട്ട് വീട്ടിലാണ്. മമ്മീനെ അപ്പോൾ എന്തോ എടുക്കാനായിട്ട് എങ്ങാണ്ട് വന്നത്. ആ സമയത്താണ് അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അവർ പറയുന്നത്. അപ്പോൾ അന്ന് CTയിലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് അറിയാലോ, അത്യാവശ്യം അന്നത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റൽ. ആ സമയത്ത് അഡ്മിറ്റായി മമ്മിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര പ്രശ്നം, എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നു. അന്നത്തെ പപ്പ പെട്ടെന്ന് വന്ന് മമ്മീനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ മമ്മിയുടെ മമ്മിയുണ്ട്, പക്ഷെ ആണുങ്ങളായിട്ട് ആരുമില്ല. അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു സിസേറിയൻ ചെയ്യണം, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് അമ്മ വേണോ കുഞ്ഞ് വേണോ എന്ന് തീരുമാനിക്കണം. അങ്ങനെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഉറപ്പായിട്ടും അത് ഒരു അമ്മ എന്നേ പറയത്തുള്ളൂ, കുഞ്ഞിനെ വേണം എന്നുള്ള രീതി പറയത്തില്ല. പക്ഷേ കിട്ടാൻ വേണ്ടി ഒരുപാട് ദൈവം ആഗ്രഹിക്കുമല്ലോ. സോ ആ സമയത്ത് സിസേറിയൻ ചെയ്യാനായിട്ട് അന്ന് ആണുങ്ങൾ സൈൻ ചെയ്യാനില്ല. എന്തോ എൻ്റെ ഒരു അപ്പച്ചന ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പെട്ടെന്ന് എങ്ങാണ്ടോ ദൈവം വരുത്തി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലണം, കൊച്ചിങ് തപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വരെ ഉണ്ടായി. വന്ന് സൈൻ ചെയ്ത് കൊടുത്തു. അമ്മയെ സിസേറിയനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻസ്. സിസേറിയൻ ചെയ്തു, എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെത്താന്ന് പറഞ്ഞു. ഒക്കെ വളരെ സിമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ ഡെത്തായി, എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവൻ്റെ ഇതില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടമായി. ഇപ്പോൾ മമ്മി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, മമ്മിക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് മമ്മീനെ ഇറ്റ്സ് ഓക്കെ. ബട്ട് എൻ്റെ സിറ്റുവേഷൻസ് മോശമായി. അങ്ങനെ എൻ്റെ ബോഡി ഇപ്പോൾ പപ്പ എത്തി. അപ്പോൾ തിരിച്ച് എൻ്റെ ബോഡി അവർക്ക് വിട്ടു കൊടുക്കണം അടക്കാനായിട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് അവർ എന്ത് ചെയ്തു, എൻ്റെ ബോഡി വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സൈൻ ചെയ്തു. എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് എൻ്റെ കാലിൽ ഒരു നരമ്പ് നന്നായിട്ട് തുടിക്കുന്നത് ഡോക്ടറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഡോക്ടർ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ലക്കി ഗേൾ എന്നൊരു പേര് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുകയുണ്ടായി. അങ്ങനെയാണ് എനിക്ക് എന്താ പറയുന്നത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി. ഞാൻ മരിച്ച് ജീവിച്ചെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും എന്നെ കൊണ്ടുവന്നു. പക്ഷേ പിന്നീടുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കണ്ടിന്യൂസ്, അധികം സ്റ്റീറോയിഡ്സ് എടുക്കേണ്ടി വന്നു. അങ്ങനെ പ്രോബ്ലംസ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അവർക്ക് പപ്പയ്ക്കും മമ്മിക്കും ഉറക്കമില്ലാത്ത രാത്രികളായി. അവർക്ക് ബുദ്ധിമുട്ട്. എനിക്ക് ഞാൻ ബ്ലൂ കളറായി പോകുന്നു പെട്ടെന്ന്. അങ്ങനെ ഒരുപാട് എന്ന സമയത്താണ് മമ്മി നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ, മമ്മി CSI ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും മമ്മി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പപ്പയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ പപ്പായും അപ്പോൾ മമ്മിയൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ എനിക്ക് ഭയങ്കര സിക്കായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പാസ്റ്റർ അവിടെ പുറത്തിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ചിട്ട് വീട്ടിൽ ഇറങ്ങണമെന്നും. അങ്ങനെ പാസ്റ്റർ വന്നു, പെട്ടെന്ന് അമ്മയോട് സംസാരിച്ചു. അമ്മ ഇട്ടിട്ട് പ്രേയറിന് വേണ്ടിയിരുന്നു ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും പള്ളി വരണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാട്ടക്കട EG എന്ന് പറയുന്ന ചർച്ചിലേക്ക് പോകുന്നത്.
കാട്ടക്കട EG ചർച്ചിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങ് പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു. പപ്പയും മമ്മിയും പപ്പയും പെന്തക്കോസിലോട്ടായി. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് CSA ബാക്ക്ഗ്രൗണ്ട് വിട്ട് നേരെ പെന്തക്കോസ്. അതിനുവേണ്ടി ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അവളത് എല്ലാം സ്വർണ്ണവും എല്ലാം ഊരിയിട്ട് പോയേക്കുന്ന അങ്ങനെ ഇങ്ങനെ. അയ്യോ, നമ്മളെല്ലാവരും ഇങ്ങനെ ഒതുക്കാൻ തുടങ്ങിയ പെന്തക്കോസ് ആയി കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ എന്താ പറയുക, അന്ന് എല്ലാവരും കളിയാക്കിയവർ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത് കൊണ്ടാണ് ഞങ്ങളെല്ലാം തോറ്റുപോകുന്ന സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് നമ്മൾ ഇന്നും വളരെ സന്തോഷത്തോടെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ, ഒരു ഉറപ്പും ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതെൻ്റെ ഒരു കുഞ്ഞ് ടെസ്റ്റ് മണിയാണ്. ഇതുപോലെ സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ എനിക്ക് കുറേ നാളുകൾ അല്ലെങ്കിൽ ആ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലംസ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. എന്നെ നൈറ്റ് കൊണ്ടുപോകുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചു, കംപ്ലീറ്റ് എന്നെ വിട്ട് അത് പോയി. ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലംസ് എനിക്ക് പിന്നെ വന്നിട്ടില്ല. സോ കുറേ നാളുകൾക്ക് ശേഷം ഈ ചൈനയിൽ പോയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് വീണ്ടും അത് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത്, അറിയാലോ എല്ലാവരും സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ലിഫ്റ്റിനുള്ളിൽ, അപ്പോൾ അന്ന് ഞാൻ താമസിക്കുന്ന അക്കോമഡേഷൻ്റെ അകത്ത് ആഫ്രിക്കൻസ് ഉണ്ട്, പല കൺട്രീസിലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2-3 പേഴ്സൺസ് സ്മോക്ക് ചെയ്തിട്ട് അവർ ലിഫ്റ്റിനുള്ളിലെ അതും കൊണ്ട് കയറി. അപ്പോൾ ലിഫ്റ്റിനുള്ളിൽ അത് കയറാൻ പാടില്ലല്ലോ. കയറുന്ന സമയത്താണ് ഞാനും അതിനകത്ത് 2nd ഫ്ലോറിൽ നിന്ന് കയറുന്നത്. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സഫക്കേഷൻസ് ഫീൽ ചെയ്തു. അന്ന് എനിക്ക് വീണ്ടും സിവിയർ കണ്ടീഷനിലോട്ട് ചേഞ്ചായി. പെട്ടെന്ന് എനിക്ക് ബ്രീത്തെല്ലാം ബ്ലോക്കായി. എന്താ കണ്ടീഷൻസ് എന്നറിയാം, വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒത്തിരി പ്രശ്നമായി. ഞാൻ തിരിച്ച് പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് വീട്ടിൽ വന്നേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു. അന്ന് ഞാൻ വീണ്ടും ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഞാൻ ഇത്തിരി തടിയുള്ള കൂട്ടത്തിൽ, അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തിന്ന് ഇങ്ങനെ തടിച്ചിരിക്കുക എന്നുള്ള. അപ്പോൾ എല്ലാവരും എന്നെ ഫിസിക്കലി അങ്ങനെ ഒരു മൈൻഡിലാണ് എല്ലാവരും, കുറച്ച് കഴിക്കടി. അപ്പം സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീറോയിഡൊക്കെ അധികമായിട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും എനിക്ക് ഒബിസിറ്റി ഭയങ്കരമായിട്ട് ഒബിസിറ്റിയായി, പ്രോബ്ലംസായി. എന്നും എനിക്ക് പഠിക്കാനൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉറക്കം വരിക. അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ദൈവമേ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് റേഡിയോളജിക്ക് വന്നു. റേഡിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഉറങ്ങാനല്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ച ഉറങ്ങി പോവുക, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങ് ഭയങ്കരമായിട്ട് വിളിച്ചങ്ങ് കരഞ്ഞു. കരഞ്ഞിട്ട് എൻ്റെ ദൈവമേ, ഇനി എനിക്കിത് പറ്റത്തില്ല, ഞാനിനി ഇത് എടുക്കത്തില്ല. ഞാൻ മരിച്ചു പോകണമെങ്കിൽ പൊക്കോട്ടെ, എന്നെ എടുക്കണമെങ്കിൽ ദൈവം എടുത്തോ, പക്ഷെ ഞാൻ ഇതിനി യൂസ് ചെയ്യത്തില്ല. ഇനി എൻ്റെ ശരീരത്തിൽ ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനതെല്ലാം കൂടി എടുത്തിട്ട്, അന്ന് ഒരു തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അന്ന് പപ്പയും മമ്മിയൊക്കെ എൻ്റെ കൂടെ താമസിക്കാൻ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ റെൻറ്റിൽ താമസിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ കൊണ്ട് ഡിസ്പോസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് ഡിസ്പോസ് ചെയ്ത ഇന്ന് ഞാൻ അനുഗ്രഹമായിട്ടിരിക്കുന്നു. ഈ ഒരു കുഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.